ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇവർ വിവാഹിതരായാലെന്ന പരമ്പരയുടെ ഒരു അപ്കമിങ് വിശേഷത്തിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെയും അജയുടെയും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഭവാനി വിചാരിച്ചതുപോലെ, ഭവാനി സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ ഭൂമി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി സൗഭാഗ്യപുരത്തേക്ക് കയറി വരികയാണ്. ആ ഞെട്ടിക്കുന്ന ഒരു സ്വപ്നത്തോടു കൂടി ഭവാനി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഭവാനി ഒരു നിമിഷം ആലോചിക്കുകയാണ്, ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. കാരണം താൻ എന്നായാലും പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സൗഭാഗ്യമ്മയും അതുപോലെ സത്യദാസും തന്നെ ഈ വീട്ടിന്ന് വലിച്ചിറക്കി പടിയിറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത ഭവാനിയുടെ ഉള്ളിൽ വരെയാണ് കേട്ടോ. അങ്ങനെ ഭവാനി നേരെ ഉണർന്ന് നമ്മുടെ അഞ്ജനയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പൊ അഞ്ജന നല്ല ഉറക്കത്തിലാണ്. ആ സമയം ഭവാനി പറയും, മോളെ നീ എഴുന്നേൽക്ക്, അമ്മ ഞാൻ ഉറങ്ങിക്കോട്ടെ, എന്താ? അപ്പൊ അഞ്ജനയുടെ അടുത്ത് പറയും, നമുക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ അപകടമാണ്, എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാറണം. എന്താ അമ്മേ? അതായത് ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ഇവിടെ പലരും മിക്കവാറും നാളെ നേരം വെളുക്കുന്നതോടുകൂടി അറിയും. അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പടിക്ക് പുറത്താകും. അല്ലെങ്കിൽ ജയിലിലായിരിക്കും നമ്മുടെ വാസം. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ളത് ഭവാനി പറയണേ. അപ്പോഴേക്കും അഞ്ജന ചാടി എഴുന്നേൽക്കണം, അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അതാ പറഞ്ഞത്, വേഗം വന്ന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുക, ആരും കാണാണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഈ രാത്രിക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറണമെന്ന് പറയണേ. അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ച് അഞ്ജന കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സേഫായിട്ട് വെക്കുകയാണ്. എന്നിട്ട് അവർ കമാലിനെ വിളിക്കുകയാണ്. കമാൽ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ചെറിയ വീട്, മറ്റാരും മനസ്സിലാക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഭവാനി അഞ്ജനയും കൂട്ടി പോവാണ് കേട്ടോ എത്രയും വേഗം. അങ്ങനെ ആ ഒരു സീനോട് കൂടി നേരം വെളുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ സത്യദാസ് സൗഭാഗ്യപുരത്തേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സൗഭാഗ്യമ്മ, നമ്മുടെ മാധവൻ, സംഗീത എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അനുപമയും ഉണ്ടല്ലോ വീട്ടിൽ. അപ്പം മുത്തശ്ശിയുടെ അടുത്ത് സത്യദാസ് പറയുന്നുണ്ട്, അമ്മേ ഭവാനിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം, കാരണം എന്തൊക്കെയോ ദുരൂഹത അവളുടെ പെരുമാറ്റത്തിലും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം സൗഭാഗ്യ അമ്മയും പറയുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്, ചില സമയത്ത് പെട്ടെന്ന് വീട്ടിലാളെ കാണാറില്ല, രാത്രി കാലങ്ങളിൽ തിരിച്ചു വരണോ? ആ സമയത്ത് മാധവൻ സംഗീതയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ ഭവാനിയെക്കുറിച്ച് പറയുമ്പോൾ നീ അവളെ ഒത്താശ പിടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന്. എന്നിട്ട് മാധവന് തോന്നിയ ചില കണ്ട കാഴ്ചകളിൽ പറയുന്നുണ്ട്, അതായത് രാത്രി സമയത്ത് പുറത്തിറങ്ങി പോയിട്ട് ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഇഷ്ടപ്പെടാണ്ട് ദേഷ്യപ്പെട്ട് കയറി പോയിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ മാധവനും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സൗഭാഗ്യമ്മ പറയുന്നുണ്ട്, എന്തായാലും അവരെ വിളിക്ക്, അനുപമേ നീ പോയി അഞ്ജനയും ഭവാനിയും വിളിച്ചിട്ട് വരാനായിട്ട് പറയണേ. അതനുസരിച്ച് നമ്മുടെ അനുപമ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിൽ ചെന്നപ്പം ഭവാനിയെ കാണാനില്ല. അങ്ങനെ നേരെ അഞ്ജനയുടെ റൂമിൽ ചെന്നപ്പോൾ അഞ്ജന അവിടെ ഇല്ല. അപ്പോൾ ഇവരിത് എങ്ങോട്ട് പോയി? അങ്ങനെ ഒന്നും കൂടെ നമ്മുടെ അനുപമ റൂമിലോട്ട് ചെല്ലുമ്പം ഭവാനിയുടെ റൂമിൽ ഒരു കത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കത്ത് എടുത്ത് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് എന്നുള്ള രീതിയിലാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അനുപമ ആ കത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഭവാനി അതായത് അഞ്ജനയും ഭവാനിയും അവിടെ ഇല്ല എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സത്യദാസ് ആ കത്ത് വായിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാനും എൻ്റെ മകളും ഈ സൗഭാഗ്യപുരത്തിൽ നിന്ന് പോവാണ്, ഞങ്ങളെ ഈ വീട്ടിൽ ആർക്കും ഇല്ല, ഒരു വിലയും ഇല്ല, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു സീനൊക്കെ ആയിട്ട് എഴുതിയിരിക്കുന്ന കത്താണ് കേട്ടോ. അപ്പം നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കത്തിൽ എഴുതിയിരിക്കുന്നത്? അപ്പം നമ്മുടെ അനുപമ ആ കത്ത് മുത്തശ്ശിയുടെ അടുത്ത് നിന്നിട്ട് വായിച്ചു കൊടുക്കുകയാണ്. അപ്പം അവരെല്ലാവരും പറയുന്നുണ്ട്, അതായത് ഭവാനി ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് വരണമെങ്കിൽ ഭവാനി ആരെയൊക്കെയോ ഇവിടെ ഭയക്കുന്നുണ്ട്. അതായത് ഈ തറവാട്ടിൽ നമ്മളെയൊക്കെ പേടിച്ചിട്ടാകണം ഭവാനി പോയത്. അതായത് അവളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ ചില സത്യങ്ങളും ചില കള്ളത്തരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മുത്തശ്ശിയും മറ്റെല്ലാവരും സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭവാനി എന്തൊക്കെയോ ഒരു ദുരൂഹതയാണ് എന്നുള്ളത് അവർക്കെല്ലാവർക്കും മനസ്സിലാവേണം കേട്ടോ. ഇതേ സമയം നമ്മുടെ ഭൂമി
തൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ കണ്ടെത്താനുള്ള ആ ഒരിതിൽ നമ്മുടെ സത്യനെയും ശിവനെയും ഒപ്പം നിർത്തി തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമി സത്യനെയും ശിവനെയും വിളിച്ചപ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്നും ഈ കമാല് ഒരു ഫോണും സിമ്മും മേടിച്ചുകൊണ്ട് പോകുന്നത് ഇവർ കാണുകയാണ്, നമ്മുടെ സത്യനും ശിവനും. അപ്പം തന്നെ ഭൂമിയെ വിളിച്ചറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് കമാല് ഭവാനിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കമാല് ഏർപ്പാട് ചെയ്ത് കൊടുത്ത ഒരു ചെറിയൊരു വീട്ടിലാണ് നമ്മുടെ ഭവാനി ആഞ്ജനേയ താമസിക്കുന്നത് കേട്ടോ, സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത. കാരണം മറ്റാരും പെട്ടെന്ന് തിരിച്ചറിയരുത്. ഭവാനിയുടെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, അതായത് ഇന്ന് തന്നെ എനിക്കൊരു സിമ്മ് വേണമെന്ന് ആവശ്യപ്പെട്ട് ആ ഫോണും ഇതുമായിട്ട് നമ്മുടെ കമാല് കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് കമാലിൻ്റെ അടുത്ത് നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് 3 പേരെയും, അതായത് ഭൂമിയെയും സത്യനെയും ശിവനെയും വേഗം തന്നെ കൊല്ലണം. കാര്യം വേറൊന്നുമല്ല, ഇനി 4മതൊരാൾ ഇവരിൽ നിന്നും അച്യുതൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ മകളും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മുടെ കമാല് പറയുന്നുണ്ട്, മേഡം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി സത്യനും ശിവനും പറഞ്ഞതനുസരിച്ച് ആ ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരാൾ മൊബൈലും ഒരു സിമ്മൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭൂമി അവരോട് മേടിക്കാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരങ്ങനെ പരിചയമില്ലാത്തവർക്ക് കൊടുക്കില്ലല്ലോ. അങ്ങനെ ഭൂമി ചെല്ലുകയാണ്. ഭൂമി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ കടയുടെ മുതലാളിക്ക് ഭൂമി പരിചയമുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈ നമ്പർ ഒന്ന് അഡ്രസ്സും കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവരത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് മേടിച്ചിട്ട് നേരെ ഭൂമി നമ്മുടെ സത്യൻ്റെ അടുത്ത് ചെല്ലുകയാണ്, സത്യൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ സത്യദാസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, സാർ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുക. എന്താ മോളെ പറയുമെന്ന് പറയും. അതായത് ഈ സാറിൻ്റെ ഒരു പരിചയം വെച്ചിട്ട് ഈ നമ്പർ അനുസരിച്ചിട്ട് ആളെ എവിടെയാണെന്നൊന്ന് ട്രേസ് ചെയ്ത് അവരുടെ ആ ഒരു ഇത് എനിക്ക് ഇട്ട് തരാമോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ ഇത് എവിടെയാണ് അതെന്നുള്ളത്, അവർ ഏത് ലൊക്കേഷനാണെന്നുള്ളതൊന്ന് ഇട്ട് തരാമോന്ന്. അപ്പം ഭൂമി മനസ്സിലാവും എൻ്റെ അച്ഛൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഭൂമി സത്യൻ്റെ അടുത്ത് പറയും. ഞാൻ നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് അത് ഏൽപ്പിച്ചിട്ട് ഭൂമി പോവുകയാണ്. ഇതേ സമയം ഭൂമി തൻ്റെ അമ്മയെ കാണാനായിട്ട് ജയിലിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അംബിക വരെയാണ്. അംബിക ഭൂമിയെ കണ്ടിട്ട്, എത്ര ദിവസമായി മോളെ നിന്നെ കണ്ടിട്ട്. അപ്പം ഭൂമി കരഞ്ഞുകൊണ്ട് പറയാം, അമ്മ വിഷമിക്കേണ്ട, അമ്മേനെ ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയെ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും ഞാൻ കണ്ടെത്തും. അമ്മ പേടിക്കുകയേ വേണ്ട, കാരണം ഞാൻ ആ കൊലയാളിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അംബിക പറഞ്ഞു, എൻ്റെ മോൾ ഒറ്റയ്ക്ക് എങ്ങനെയാ? ആര് പറഞ്ഞു ഒറ്റയ്ക്കെന്ന്? എൻ്റെ അച്ഛൻ എന്നോടൊപ്പം തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അമ്മ വിഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് അമ്മയെ സമാധാനിപ്പിക്കാൻ കേട്ടോ നമ്മുടെ ഭൂമി. അപ്പോൾ അംബിക പറഞ്ഞു, ഇനിയെങ്കിലും ഞാൻ ആ സത്യങ്ങൾ മോളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിരിക്കും എൻ്റെ മോളോട്. അപ്പോൾ ചോദിക്കുക, എന്താ അമ്മേ? അതായത് നിൻ്റെ ജന്മരഹസ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയണം. അറിയില്ല, അവസാനമായിട്ട് അച്ഛൻ ഒരു ഫാദേഴ്സ് ഡേ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തല്ലോ, അന്ന് അച്ഛൻ ഒരു സത്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി തന്നെ വെച്ചതെന്ന് പറയാം. എന്ത് സത്യം അമ്മയെന്ന് ചോദിക്കും ഭൂമി കേട്ടോ. അപ്പോൾ പറയും, അതായത് ഞാനും അച്ചുവേട്ടനും നിൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയും മാത്രമാണെന്നും, നീ ആ വന്നതിൽ, അതായത് അന്നത്തെ ഫംഗ്ഷനിൽ വന്നതിൽ ഏതോ ഒരു ആളിൻ്റെ മകളാണ്, അതാരാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ നീ ആ ഒരു ഏതോ ഒരു നല്ലൊരു കുടുംബത്ത് ഒരു വലിയ വീട്ടിലൊരു പെൺകുട്ടിയാണ് എന്നുള്ളത് നിന്നെ അറിയിക്കാനും ആ വ്യക്തിയെ അറിയിക്കാനുമായിട്ടാണ് ആ ഫംഗ്ഷൻ വെച്ചതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ഭൂമി മരിച്ച പോലെ നിൽക്കുകയാണ്. കാരണം പെട്ടെന്ന് ഭൂമി അങ്ങ് സ്റ്റക്കായി പോവാണ്. കാരണം എന്തൊക്കെയാണ് അമ്മ പറയണത്. അപ്പോൾ ഭൂമി അലറി വിളിക്കുകയാണ് കേട്ടോ, അമ്മ എന്തൊക്കെയാണ് പറയണത്? അതേ മോളെ, നീ സങ്കടപ്പെടരുത്, നിന്നോടൊപ്പം ഞാനെന്നും ഉണ്ടാവും. പക്ഷേ നീ ആ സത്യം അറിയണം മോളെ. പക്ഷെ അതാരാണെന്നോ എന്താണെന്നോ നിൻ്റെ അച്ഛൻ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ആ ഫംഗ്ഷന് വെച്ചിട്ട് നീ അറിഞ്ഞാൽ മതി എന്നാണ് എന്നോട് പോലും നിൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായി പോകണം. കാരണം എന്തൊക്കെയാണ് ഭൂമി നിലവിളിച്ചങ്ങ് ഇതായി പോകണം കേട്ടോ. അംബികയ്ക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. എന്നിട്ട് അംബിക അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് പറയും, മോൾ ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്നുകൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭൂമി അങ്ങ് തകർന്നു പോവുകയാണ്. കാരണം ഒരിക്കലും ഭൂമി അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും, എൻ്റെ അവസാനം വരെ എനിക്ക് ഈ അച്ഛനും ഈ അമ്മയും മതി. ഭൂമിയെ വല്ലാണ്ട് മാനസികമായിട്ട് തളർത്തി കളയുന്നു കേട്ടോ. അങ്ങനെ ഭൂമി നേരെ
നേരെ വീട്ടിൽ പോയിട്ട് വാവിട്ട് കരയണ്. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ അച്ഛനും അമ്മയും മതി. വേറൊരു അച്ഛനും അമ്മയും എനിക്ക് വേണ്ട. എനിക്കിഷ്ടമല്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി കരയാണ്. എന്നിട്ട് ഭൂമി പിന്നീട് കുറേ കഴിഞ്ഞിട്ട് മനസ്സിനെ ദൃഢപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ സത്യദാസ് ഭൂമിയുടെ മൊബൈലിലോട്ട് വിളിച്ചിട്ട് മോള് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ആ ലൊക്കേഷൻ നമ്മുടെ ഭൂമി സത്യനും ശിവനും ഇട്ട് കൊടുത്തിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ അവർ പറയും, ഭൂമി നമ്മളത് തേടി പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ കൊടുത്തേക്കുന്ന അഡ്രസ്സ് മറ്റൊരാളുടെ പേരിൽ എടുത്തേക്കുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടിയില്ല. അഡ്രസ്സ് വെച്ച് തപ്പിയിട്ട് കാര്യമില്ല. അപ്പോൾ ഭൂമി പറയും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ നമ്മുടെ ഭൂമി സത്യനെയും ശിവനെയും വിളിച്ചു വരുത്തിയിട്ട് ഭൂമി ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഭൂമി വിചാരിച്ചത് ഇന്ന് രാത്രി തന്നെ ആ അഡ്രസ്സ് തേടി നമുക്ക് പോകാമെന്നുള്ളതാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് തന്നെ ഭൂമി ചില പ്ലാനൊക്കെ ഭൂമിക്കൊരു കാൽക്കുലേഷനുണ്ട്. അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ അന്നേ ദിവസം രാത്രി ഭൂമി എങ്ങോട്ടും പോയിട്ടില്ല. ഭൂമി വീട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ ഭൂമിയെ കൊലപ്പെടുത്താനായിട്ട് നമ്മുടെ ഭവാനിയുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മുടെ കമാൽ ഭൂമിയുടെ വീട്ടിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ഭൂമി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ കമാൽ അകത്ത് കയറി പറ്റുകയാണ്. അകത്ത് കയറി ഭൂമി കിടക്കുന്നിടത്തെത്തിയിട്ട് ഭൂമിയെ കൊല്ലാനായിട്ട് കത്തിയെടുത്ത് ഇങ്ങനെ കത്തി കുത്താനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സത്യനും ശിവനും ലൈറ്റൊക്കെ ഇട്ടിട്ട് കമാലിനെ കയറി പിടിക്കുകയാണ്. ഭൂമി എഴുന്നേൽക്കും. അവസാനം കമാൽ കൊതറി മാറി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സത്യനും ശിവനും വിട്ടുകൊടുക്കില്ല. അവനെ പിടിക്കുകയാണ്. ഈ സമയം സത്യൻ്റെ ശിവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് കമാലിനെ അകപ്പെടുത്തുകയാണ്. കമാലിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ കമാലിൻ്റെ മുഖം മൂടി എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഭൂമി അവൻ്റെ നേരെ വരികയാണ് കമാലിൻ്റെ. എന്നിട്ട് ചോദിക്കും, നീയാണല്ലേ എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ട് ഭൂമി ഒരൊറ്റ അടി കൊടുക്കണം. എന്നിട്ട് ഭൂമി ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്നെ എൻ്റെ അച്ഛനെ കൊലപ്പെടുത്താനായിട്ട് നിന്നെ ഏർപ്പാട് ചെയ്തത്? ഒരു സ്ത്രീയാണെന്നറിയാം, അതാരാണെന്ന് എനിക്കറിയണമെന്ന് പറയും. അപ്പോൾ കമാൽ പറയും, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കമാൽ ഒരിക്കലും കമാൽ ഭവാനിയുടെ പേര് ഒരിക്കലും പിടിക്കപ്പെട്ടാലും കമാൽ പറയില്ല. അങ്ങനെ കമാലിൻ്റെ മൊബൈൽ എടുക്കുകയാണ്. മൊബൈൽ എടുത്തിട്ട് വിളിച്ച കോളൊക്കെ നോക്കണം. അപ്പം ഭവാനി എന്ന് എഴുതിയൊരു കോളിൽ നിന്നാണ് കൂടുതലും വിളിച്ചിരിക്കുന്നത്. അപ്പം ഭവാനി അങ്ങനെ അതിലോട്ട് വിളിക്കുകയാണ്. അപ്പം വിളിക്കുന്നതും ഭവാനി ഫോൺ എടുക്കണം. പറ കമാലെ, ഭൂമിയെ കൊലപ്പെടുത്തിയോ? അപ്പം ഭൂമി ശ്രദ്ധിക്കുമ്പോൾ ഭൂമിക്ക് പരിചയമുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പം ഭൂമി അന്നൊരിക്കൽ മിന്നായം പോലെ കണ്ട ഒരു സ്ത്രീയുടെ രൂപവും ഭൂമിയുടെ വീട്ടിൽ ഈ ഭവാനി എന്തോ ലെറ്റർ എടുക്കാൻ വേണ്ടി വന്നല്ലോ, അന്ന് നമ്മുടെ ഭൂമി കണ്ട രൂപവും ഏകദേശം സൗണ്ടും ഒക്കെ വെച്ചിട്ട് ഇത് സൗഭാഗ്യപുരത്തെ ഭവാനിയാണ് എന്നുള്ളത് നമ്മുടെ ഭൂമി മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പം ഭൂമി നമ്മുടെ സത്യൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഇയാളെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വിടരുത്, ഞങ്ങൾ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഭൂമി സത്യനെയും ശിവനെയും കൂട്ടി പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷൻ അനുസരിച്ച് പോവുകയാണ് രാത്രിയിൽ. അവിടെ ചെന്ന് അവർ ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. അവിടെ വേറെ വീടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അങ്ങനെ അവർ പതിയെ ആ വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഭവാനിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഭൂമി മനസ്സിലാക്കുകയാണ്, അതായത് ഈ ഭവാനിയാണ് എൻ്റെ അച്യുതനെ കൊലപ്പെടുത്താനുള്ള കാരണം. അതായത് ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. എന്തൊക്കെയോ എൻ്റെ ജന്മ ഇതും ഭവാനിയും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. കാരണം ഭവാനി അല്ലാണ്ട് എൻ്റെ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിക്കില്ല. എന്നെയും കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്യണമെങ്കിൽ ആ കുടുംബമായിട്ട്, സൗഭാഗ്യപുരം കുടുംബമായിട്ട് എന്തൊക്കെയോ ചില കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഭൂമി മനസ്സിലാക്കിയാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ഭൂമിയും നമ്മുടെ സത്യനും ശിവനും തിരിച്ച് വീട്ടിലോട്ട് എത്തുകയും ഈ കമാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഭവാനി അല്ലേടാ നിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചെന്നൊക്കെ. അപ്പം കമാലിന് മനസ്സിലായി, അവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ കമാലിനെ അവിടെ തന്നെ ബന്ധിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില കാര്യങ്ങൾ ഭൂമി പ്ലാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സത്യ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. സത്യദാസ്, അതായത് ഭൂമി തൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനല്ലേ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കട്ടെ ആ ലൊക്കേഷൻ വെച്ചെന്ന് വിചാരിച്ച് നമ്മുടെ പിറ്റേ ദിവസം നമ്മുടെ സത്യദാസ് ഈ ലൊക്കേഷൻ അനുസരിച്ച് പോകുമ്പോൾ ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. അപ്പോൾ സത്യദാസ് അവിടെ വണ്ടിയിൽ കാറിൽ ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ഭവാനി പെട്ടെന്ന് ആരാ കാറിൽ വന്നേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും സത്യദാസ്, അപ്പം ഭവാനിക്ക് മനസ്സിലാവേണം ഇയാളെല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണോ വരുന്നത്. ഭവാനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. അപ്പോൾ സത്യദാസ് വന്നിട്ട് ചോദിക്കും, എന്താണ് ഭവാനി നീ ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കണേ, എന്താ പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ ചോദിക്കും, താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് ആരെയും കാണണ്ട, നിങ്ങളുടെ ഒന്നും ഒരു ഔദാര്യവും വേണ്ട, ഞാനും എൻ്റെ
മകളും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യദാസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് തട്ടിക്കയറുകയാണ് കേട്ടോ. അപ്പോൾ സത്യ പറഞ്ഞു, നീ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? നീ എന്തിനാണ് ഇങ്ങനെ മാറി ഞങ്ങളെയൊക്കെ ഒളിച്ച് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ സത്യദാസും ഫയർ ചെയ്യുന്നുണ്ട്. എന്നെ ആരും തിരക്കിയും വരണ്ട, എൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും വേണ്ട എന്നും പറഞ്ഞ് സത്യ അവിടെ നിന്ന് മടക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ സത്യദാസ് തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞിട്ട് സത്യദാസ് കാറിൽ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ഭൂമിയുടെ അച്ഛൻ്റെ കൊലയും ഭവാനിയും തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് സത്യ ചിന്തിക്കുകയാണ് കേട്ടോ. നമ്മുടെ അനുപമ സ്റ്റേഷനിലോട്ട് വരികയാണ് നമ്മുടെ അജയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, അതായത് ഭവാനിയും അഞ്ജനയും കാണാൻ ഇല്ലല്ലോ, അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് തരാനായിട്ടാണെന്നും പറഞ്ഞാണ് അജയുടെ അടുത്ത് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഏട്ടൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനുപമ വന്നത്. എന്നിട്ട് അജയ് പറയും, ബാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് അനുപമ അവിടെ ഇരുത്തിന്. എന്നിട്ട് അനുപമ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ, ആ നിങ്ങളുടെ ഫ്രണ്ടിലൊരു ടീ ഷോപ്പ് ഇരിപ്പുണ്ടല്ലോ, അത് നിങ്ങളുടെ സ്റ്റേഷൻ്റെ തന്നെയാണോ എന്ന് ചോദിക്കും. ഏയ് അല്ല, അത് ഞങ്ങളുടെ അല്ല, അതാണ് മറ്റേ ഭൂമിയുടെ. ഓ, മുത്തശ്ശി പറയാറുള്ള ഭൂമി. ഈ ഭൂമി എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് അല്ല കേട്ടിട്ടുള്ള അല്ലാണ്ട് ഭൂമിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. ആ ആണോ, എന്നാൽ ഇപ്പം തന്നെ ഭൂമിയെ കാണാമല്ലോ, 2 ചായ ഓർഡർ ചെയ്യട്ടെ എന്ന് പറയും. ആ ആയിക്കോട്ടെ എന്ന് പറയട്ടാ. അങ്ങനെ നമ്മുടെ അജയ് ഭൂമിയെ വിളിക്കും. ഭൂമിയെ വിളിച്ചിട്ട് പറയും 2 ചായ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഭൂമി പെട്ടെന്ന് തന്നെ 2 ചായയായിട്ട് സ്റ്റേഷനിലോട്ട് വരും കേട്ടോ. അപ്പോൾ അജയ് നമ്മുടെ അനുപമയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഭൂമിക്ക്. ഇതാ എൻ്റെ സിസ്റ്ററാണ് അനുപമ എന്ന് പറയും. അപ്പം ഭൂമി ഹലോ പറയും. അപ്പം നമ്മുടെ അനുപമ നോക്കിയാണ് കേട്ടോ. കാരണം മുത്തശ്ശി പറയാറുള്ളത് പോലെ തന്നെ നല്ല സുന്ദരിയായിട്ടുള്ള, കണ്ണെടുക്കാനേ തോന്നുന്നില്ല, നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉള്ളൊരു കുട്ടി. അപ്പം അനുപമയ്ക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ, ഭൂമിയെ കണ്ടപ്പോൾ ഒരു അതായത് നമ്മുടെ അഭിരാമി കുഞ്ഞിലെയൊക്കെ ഉള്ള ആ ഒരു പ്രകൃതവും ആ ഒരു നേച്ചറൊക്കെ പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അനുപമ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പം ഹലോ ഒക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പോഴാണ് ഭൂമിയുടെ കണ്ണിൽ, അനുപമയുടെ കഴുത്തിൽ ഒരു മാല കിടക്കുന്ന കണ്ടത്. ഭൂമിക്കുണ്ടായിരുന്ന പോലത്തെ അതേ ഒരു മാല. അപ്പോൾ ഭൂമി അനുപമയോട് ചോദിക്കും, ഈ മാല എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുപമ പറയും, ഇത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു മാലയാണ്. മുത്തശ്ശി എനിക്കും അതുപോലെ ഞങ്ങളുടെ അഭിരാമിക്കും അഞ്ജനയ്ക്കും മാത്രമായിട്ട് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ട് ഇട്ട് തന്ന മാലയാണെന്നൊക്കെ പറയും. ഭൂമി അപ്പം ഞെട്ടലോടെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ മാല സൗഭാഗ്യപുരത്തെ മാലയാണോ? അപ്പോൾ അഭിരാമി, അപ്പോൾ ഞാൻ ഇട്ടിരുന്ന മാല സൗഭാഗ്യപുരത്തെ മാല, ഞാനപ്പോൾ സൗഭാഗ്യപുരത്തെയാണോ? അതായത് ഭൂമിക്ക് കാൽക്കുലേഷനൊക്കെ കറക്റ്റ് ആവുകയാണ്. അതായത് സത്യദാസ് സാറിൻ്റെ മകളാണോ ഞാനാണോ അഭിരാമി എന്ന സത്യം ഭൂമി തിരിച്ചറിയുകയാണ്. അങ്ങനെ ഭൂമി വീട്ടിൽ പെട്ടെന്ന് വന്നിട്ട് ആ മാല നോക്കുകയാണ്. അങ്ങനെ ആ മാല ഭൂമി അച്ഛൻ്റെ ആ ഷെൽഫിൽ നിന്നും കണ്ടെത്തുകയാണ്. അങ്ങനെ ഭൂമി എല്ലാം മനസ്സിലായി ഭൂമിക്ക്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തുകൊണ്ടാണ് ഭവാനി കളിച്ചതെന്നും ഇതെന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ സൗഭാഗ്യപുരത്തേക്ക് വരികയാണ്. അങ്ങനെ തൻ്റെ ജന്മ തറവാടായ സൗഭാഗ്യപുരത്ത് നമ്മുടെ ഭൂമി വരാനായിട്ടുള്ള പ്ലാനൊക്കെ ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഭൂമി നേരെ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. സ്റ്റേഷനിൽ ചെന്നിട്ട് അജയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ കണ്ടെത്തിയെന്നും ആ കൊലയാളി സാറിൻ്റെ, അതായത് അജയുടെ സൗഭാഗ്യപുരത്തുള്ള സാറ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും പറയും. അത് കേൾക്കുമ്പോൾ അജയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യം വരെയാണ്. നീ ഇപ്പോൾ ചിന്തിച്ചും പറഞ്ഞും എന്തൊക്കെയാണ് ഈ പറയണതെന്നുള്ള ബോധം ഭൂമി നിനക്കുണ്ടോ? നീ കേസ് തെളിയിക്കാനായിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇത് എന്തുദ്ദേശത്തിലാണ് എൻ്റെ കുടുംബത്തെ കയറി പറയാൻ തുടങ്ങിയത്? അപ്പോൾ അജയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പറയുന്നത് സത്യമാണ്, അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ സൗഭാഗ്യപുരത്ത് പോകണമെന്ന് പറയും. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അജയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അജയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. അങ്ങനെ ഭൂമിയുടെ കൈക്ക് പിടിച്ചിട്ട് ഭൂമിയെ കൊണ്ടുവന്ന് സ്റ്റേഷൻ്റെ പുറത്തോട്ട് അങ്ങനെ തള്ളുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആൽഫ്രഡ് അവിടെ വരുന്നത്. അപ്പം ഭൂമിയെ തള്ളണതും ആൽഫ്രഡ് പെട്ടെന്ന് ഭൂമിയെ കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, അജയ് നീ എന്തൊക്കെ ഈ കാണിക്കുന്നത്? അപ്പോൾ ഭൂമി പറയും, ആൽഫ്രഡ് ഞാനൊരു കാര്യം പറയാം, എൻ്റെ അച്ഛൻ്റെ കൊലയാളി, എൻ്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ രേഖകളും ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ സൗഭാഗ്യപുരത്ത് പോവേണ്. സാറ് വേണമെങ്കിൽ വന്നോ, സാറിൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞിട്ടാണ് ഭൂമി പോണത്. അപ്പോൾ നമ്മുടെ ആൽഫ്രഡ് ചെന്നിട്ട് അജയുടെ അടുത്ത് ചോദിക്കും, ഭൂമി എന്തൊക്കെയാണ് പറയണത്? അപ്പോൾ അജയ് പറയും, എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ടാണ് ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയെന്ന് പറയും. പക്ഷെ എന്നാൽ അത് മോശമായി, അവളൊരു പെൺകുട്ടിയല്ലേ, നമുക്കൊന്ന് പോയിട്ട് വരാം, എന്താണ് ഏതാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോഴേക്കും ഭൂമി സൗഭാഗ്യപുരത്തെത്തി. അപ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ
ഭവാനി സ്വപ്നം കണ്ടതുപോലെ തന്നെ മുത്തശ്ശിയും അനുപമയും അതുപോലെ സംഗീതയും മാധവനും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. സത്യദാസും ഒക്കെ ഉണ്ട് അവിടെ. ആ സമയത്താണ് ഭൂമിയുടെ എൻട്രി കേട്ടോ. അങ്ങനെ ഭൂമി അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭൂമി പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്, എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ ഞാൻ കണ്ടുപിടിച്ചു മുത്തശ്ശി എന്ന് പറയണ. ഈ കുടുംബത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് പറയണം. അത് കേട്ടപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് ഷോക്കാവണം. എല്ലാവരും പെട്ടെന്ന് ഇതായിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഭൂമി കാര്യങ്ങളൊക്കെ പറയണം. അതായത് എൻ്റെ അതായത് ഈ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛൻ അച്ഛൻ്റെ മകളാണ് ഞാനും. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം ഭർത്താവ് മരണപ്പെടാനുള്ള കാരണം ഈ കുടുംബത്തെ മൂത്ത മകനാണ് എന്ന ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഈ കുടുംബത്തിലെ ഭവാനി മേഡമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറയണം. എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി പോവാണ്. ഭവാനിയോ? അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഭവാനി ഓൾറെഡി കള്ളത്തരത്തിൻ്റെ ഒരിതാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഭൂമി സത്യങ്ങളൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും അന്തളിച്ച് നിൽക്കുന്നത്. എന്നിട്ട് ഭൂമി ആ മാല ലോക്കറ്റ് അത് കാണിക്കണം. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. കാരണം ആ ലോക്കറ്റും ആ മാലയും ഇവിടെ 3 പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുപമയൊക്കെ അന്തളിച്ച് നിൽക്കുകയാണ്. ഓൾറെഡി അനുപമയ്ക്ക് ഇത് അഭിരാമിയാണ് എന്നുള്ളത് ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ആ കമാലിനെ കൊണ്ടുവരാനായിട്ട് സത്യൻ്റെ അടുത്തും ശിവൻ്റെ അടുത്തും പറയണം. അങ്ങനെ അവർ നമ്മുടെ കമാലിനെയും കൊണ്ട് നമ്മുടെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സത്യങ്ങളൊക്കെ പറയണം. അങ്ങനെ കമാല് സത്യങ്ങളൊക്കെ പറയണം. അതിനുശേഷം ഭവാനിയെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഭവാനി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഭവാനിയുടെ മുന്നിൽ ചെന്നിട്ട് ആഞ്ഞടിക്കുകയാണ്. നീ എന്തിനാണ് ഈ കുടുംബത്തിൻ്റെ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത്? 20-22 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ മകൻ്റെ കുഞ്ഞിന് അവൻ്റെ ഭാര്യയും നീയാണല്ലേടി ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് മുത്തശ്ശിയൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. സത്യദാസൻ ഇതൊക്കെ കേട്ടിട്ട് മരിച്ചണക്ക് സത്യദാസൻ നിൽക്കുകയാണ് കേട്ടോ. സത്യദാസൻ ഭവാനിയെ ചെന്നിട്ട് ആഞ്ഞടിക്കുകയാണ് കേട്ടോ. ഇറങ്ങിപ്പോടി ഈ കുടുംബത്തിൽ നിന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ട് അജയും ആൻഡ്രൂസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഭൂമി പറഞ്ഞത് ശരിയാണ്. കാരണം ഭവാനിക്ക് പറയാനൊന്നുമില്ല. എല്ലാ തെളിവുകളോടും കൂടി തന്നെയാണ് ഭൂമി ഈ സത്യങ്ങളൊക്കെ സൗഭാഗ്യപുരത്ത് വന്ന് പറഞ്ഞത്. അങ്ങനെ ഭൂമി ആരാണെന്നും ഭൂമി എന്താണെന്നും ഭൂമിയുടെ അച്ഛൻ ആരാണെന്നും എല്ലാ സത്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശിയും സത്യദാസും ഒക്കെ അറിയണം. സത്യദാസ് ഇത്രയും നാളും തൻ്റെ കൺമുന്നിലുണ്ടായിരുന്നത് തൻ്റെ മകളാണ് എന്ന സത്യം സത്യദാസ് ആ നിമിഷമാണ് തിരിച്ചറിയണത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്വിസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയിൽ വരുന്ന ഒരു എൻഡിങ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്കമിങ് റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണേ. ഒപ്പം തന്നെ നമ്മുടെ പവിത്രം സീസൺ 2ൻ്റെ ഒരു അപ്കമിങ് റിവ്യൂ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയും ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു അടിപൊളി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ഗുഡ് മോർണിംഗും നല്ലൊരു ശുഭദിനവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.